ഹായ് ഗായ്സ്, എൻ്റെ പേര് കിരൺ. ഞാനിവിടെ പറയാൻ പോകുന്നത് റിലേഷൻഷിപ്പിനെ പറ്റിയാണ്. അതായത് എൻ്റെ കാഴ്ചപ്പാടുള്ള റിലേഷൻഷിപ്പ്. ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ലവ് അല്ലെങ്കിൽ പ്രേമം. എനിക്ക് ആ വാക്കുകൾ പറയുമ്പോൾ തന്നെ എന്തോ ഒരു വിഷമം പോലെയാണ്. അത് ഞാൻ സിംഗിൾ ആയതുകൊണ്ടല്ല കേട്ടോ. സിംഗിൾ ആയതുകൊണ്ടാണ്. പക്ഷെ എനിക്കതിൽ യാതൊരു വിഷമവുമില്ല. സിംഗിൾ ആയതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമമില്ല. സ്വാഭാവികം വിഷമമില്ല. എങ്ങനെ വിഷമിക്കാതിരിക്കും? ഈ 7ാം ക്ലാസ് 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന ചെറിയ പിള്ളേർ കിളിന്ത് മക്കൾക്ക് ആഴ്ചക്കാഴ്ചക്ക് ബ്രേക്കപ്പ്, ആഴ്ചക്കാഴ്ചക്ക് ലവ്, ആഴ്ചക്കാഴ്ചക്ക് ബ്രേക്കപ്പ്. 10-25 വയസ്സായി ഇതുവരെ പൊടിക്ക് പോലും ഒരു തരിക്ക് പോലും ഇല്ല. ഈ ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരെ ചെറിയ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കാണുമ്പോൾ ഒരു പെൺകുട്ടികൾ ഈ ഒരു സാധനമാണ്, ഒരു ഇഷ്ടപ്പെടില്ല. പക്ഷെ ഞങ്ങളെ കണ്ട് മനസ്സിലാക്കി, ഞങ്ങളെ തിരിച്ചറിഞ്ഞ്, ഞങ്ങളെ എന്താ പറയുക, ഞങ്ങൾ ഉള്ളറിഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞങ്ങൾ പച്ചവെള്ളം പോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താ പറയുക, പിന്നെ പച്ചവെള്ളത്തിൽ മഷിയിട്ട് നോക്കിയാൽ പോലും അവരെ കാണില്ല. അവർ പോയി. മിറാക്കിൾ, മാജിക്. ഈ പ്രേമത്തിന് കണ്ണും മൂക്കും കാലും ഒന്നില്ല എന്ന് ആരാ പറഞ്ഞത്? പ്രേമത്തിന് കണ്ണുണ്ട്, മൂക്കുണ്ട്, കാലുണ്ട്, ഇതൊന്നും ഇല്ലാന്ന് പറഞ്ഞവന് വിവരമാണില്ലാത്തത്. വിവരം. ഈ കണ്ണും മൂക്കും കാലൊന്നും ഇല്ലാതിരിക്കാൻ പ്രേമം പോളിയോ ബാധിച്ച കുട്ടിയല്ല പ്രേമം. മനസ്സിലാക്കണത്. ഒക്കെ പോട്ടെ. ഞാൻ ഈ ചില സമയത്തൊക്കെ ആലോചിച്ച് എന്താ പറയാ, ദേഷ്യം പിടിച്ചൊന്ന് മനസ്സ് മാറാൻ വേണ്ടി TV-യോ സിനിമയോ അങ്ങനെ എന്തെങ്കിലും കാണും. ഞാൻ അന്ന് ഇതുപോലെ കണ്ടപ്പോൾ TV തോന്നുമ്പോൾ കണ്ട സീൻ എന്താ വെച്ചാൽ ഉസ്താദുടെ സിനിമ. നല്ല സിനിമയാണ്. പക്ഷെ ഞാൻ വെച്ച സമയത്ത് കണ്ട സീന് കരീംകായുടെ പ്രണയകഥ, ഫ്ലാഷ് ബാക്ക്. ബിരിയാണി വെക്കാൻ പോയ കരീംക പെണ്ണിനെ അടിച്ചോണ്ട് പോയി. ബിരിയാണി വെക്കാൻ പോയ കരീംക പെണ്ണിനെ അടിച്ചോണ്ട് പോയി. എനിക്ക് മനസ്സിലാകുന്നില്ല, എങ്ങനെ ഇത്ര സിമ്പിളാണോ പ്രണയം? വേണം ഗൈസ്, പ്രണയത്തിന് പ്രായപരിധി വേണം, പ്രേമത്തിനും പ്രായപരിധി വേണം. കല്യാണത്തിന് പ്രായപരിധി വെക്കുന്ന പോലെ പ്രേമത്തിന് പ്രായപരിധി വെക്കണം. അത് തെറ്റിക്കുന്നവൻ 1ാം ക്ലാസ് മുതൽ ഒന്നുകൂടെ പഠിക്കട്ടെ. ഇതൊന്നല്ല ഗൈസ് പ്രേമം എന്ന് വെച്ചാൽ എന്താ പറയാ, ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ എന്നോട് ആദ്യമായിട്ട് അവസാനമായിട്ടും ഇഷ്ടമെന്ന് പറഞ്ഞ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഞാൻ വെള്ളപ്പം വാങ്ങാൻ പോയപ്പോൾ കണ്ട പെൺകുട്ടി. അന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്തായിരുന്നു പ്രശ്നമൊന്നും. ഞാനത് അവളെ കണ്ടപാട് നടിച്ചില്ല. പക്ഷെ കുറെ കാലങ്ങൾക്ക് ശേഷം ഈ പണ്ടാരത്തിൻ്റെ വില എത്രയാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അവളെ തേടി ഇറങ്ങി. ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അവളുടെ വില എന്തെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വില എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അവളെ ഞാൻ വൈ എന്ന അക്ഷരം ഇട്ട് വിളിച്ചു. വൈ. എന്തിനാണ് അവൻ എന്നെ അവളെ പറഞ്ഞത്? എന്തിനാണ് പറഞ്ഞത്? ഒരാവശ്യമില്ല. മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റേജിൽ വന്നത്. ഇപ്പൊ മോക്ക് എന്നെ കണ്ടുപിടിക്കാം. എനിക്ക് മോളെ കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ മോളെ എന്നെ കണ്ടുപിടിക്കൂ. ഞാനിവിടെ ഉണ്ട്. മുടിയൊക്കെ വളർത്തി ഷാറുകാരെ പോലെ. കഴിഞ്ഞു.